സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന പിളർപ്പിലേക്കെന്ന സൂചന. ജി സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. ജൂൺ 1 മുതലുള്ള സിനിമാ സമരം തിരിച്ചടിയാകുമെന്നും സമരം സിനിമാ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ലെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമാ സമരത്തെക്കുറിച്ച് ജി സുരേഷ് കുമാർ പറഞ്ഞത് ഭൂരിപക്ഷ അഭിപ്രായമല്ല. ആന്റോ ജോസഫിനെ പോലെയുള്ളവർ സുരേഷ് കുമാറിനെ തിരുത്തണമെന്നും ആന്റണി പെരുമ്പാവൂർ തുറന്നടിച്ചു. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അശ്വിനി, സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന പിളർപ്പിലേക്ക് എന്നുള്ള സൂചന ലഭിക്കുമ്പോൾ തന്നെ ഈ ഫേസ്ബുക്കിൽ അടക്കം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. സിനിമാ സമരം തിരിച്ചടിയാകുമെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു. മറ്റു അഭിപ്രായങ്ങളും ഇതിൽ വരുന്നുണ്ടല്ലോ. ഇനി തുടർ നീക്കങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും അശ്വിൻ? കീർത്തനം, ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയെ കൊണ്ടുപോയത് ഒരാഴ്ച മുമ്പ് ജി സുരേഷ് കുമാർ വിളിച്ചു ചേർത്തൊരു വാർത്താ സമ്മേളനമാണ്. അതിൽ ചില നിർമ്മാതാക്കൾക്കെതിരെയും ഒപ്പം താരങ്ങൾക്കെതിരെയും എല്ലാം സുരേഷ് കുമാർ നടത്തിയത് ചില അതിരുവിട്ട പരാമർശങ്ങളാണ് എന്നുള്ള വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നതാണ്. അതിന് പിന്നാലെയാണിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് തന്നെ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ വലിയ വിമർശനവുമായി ഫേസ്ബുക്കിലെ കുറിപ്പിട്ടിരിക്കുന്നത്. അതിൽ പറയുന്ന പല കാര്യങ്ങളും വളരെ വിമർശനാത്മകമായി തന്നെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നതും. സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ പറഞ്ഞ പല കാര്യങ്ങളും സംഘടനയിലെ ഭൂരിപക്ഷ അഭിപ്രായമല്ല. ഒരു കൂടിയാലോചന പോലും നടത്താതെയാണ് ഒരു സിനിമാ സമരം പ്രഖ്യാപിക്കുന്ന നിലപാടിലേക്ക് ജി സുരേഷ് കുമാർ നീങ്ങിയത്. അത് സംഘടനയിലെ ആളുകളുടെ അഭിപ്രായമാണ് എന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ ബാലിശവും അപക്വമായ നിലപാടുകൾ തിരുത്താൻ സംഘടനയിലെ ആന്റോ ജോസഫ് അടക്കമുള്ള മറ്റ് നിർമ്മാതാക്കൾ തയ്യാറാകണമെന്ന് കൂടി ആന്റണി പെരുമ്പാവൂർ ഈ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം അതിന് പിന്നാലെ ഈ പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചതിന് പിന്നാലെ പൃഥ്വിരാജ്, അജു വർഗീസ് അടക്കമുള്ള ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള ആളുകൾ ആ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് അവരുടെ പിന്തുണ കൂടി ആന്റണി പെരുമ്പാവൂറിന് അറിയിക്കുന്നുണ്ട്. അതായത് നിലവിൽ ഈ പോസ്റ്റ് പങ്കുവച്ചതും എല്ലാം തന്നെ ഈ നിർമ്മാണ ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള മറ്റ് പ്രൊഡക്ഷൻ കമ്പനികളുള്ള ആളുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിർമ്മാതാക്കളുടെ സംഘടന ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നിലവിലെ ഈ പൊട്ടിത്തെറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഇതൊക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഔദ്യോഗികമായി ആരും തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ അല്ലാതെ ഇതിനൊരു മറുപടി നൽകിയാൽ അത് വീണ്ടും രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് സംഘടനയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടന നടത്തുകയുള്ളൂ. ഒരു പിളർപ്പിലേക്ക് കൊണ്ടുപോകാതെ ഇത് പരിഹരിക്കാനാകുമോ എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതെ അശ്വിനി, ഈ സംഘടനയ്ക്കകത്ത് തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന് പിളർപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നത് ഈ മേഖല മൊത്തം പ്രതിസന്ധിയിലാവുകയാണ്. നമുക്കറിയാം, ഒരുപാട് കാലങ്ങൾ സിനിമാ മേഖല വല്ലാത്ത പ്രതിസന്ധി, പിന്നീട് കോവിഡ് വരുന്നു, ആ രീതിയിലൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ഉണർന്നു വരുന്ന സമയം കൂടിയാണ്. ഈ മേഖലയിലുള്ളത് നിർമ്മാതാക്കളും അല്ലെങ്കിൽ സംവിധായകരും സിനിമാ താരങ്ങളും മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ജീവിതം കൂടിയാണ് പ്രതിസന്ധിയിലാകുന്നത്. അപ്പോൾ ഈ സംഘടനയ്ക്കകത്ത് ഇങ്ങനത്തെ പടലപ്പിണക്കങ്ങൾ അത് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. തീർച്ചയായും അത് വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് ആളുകളെയും ഒരുപാട് കുടുംബങ്ങളെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിയാൽ അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ചില ചിത്രങ്ങളുടെ ബജറ്റ് അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് സുരേഷ് കുമാർ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ചില ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ കയറിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും നിർമ്മാതാക്കൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലല്ല എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പിന്നീട് പുറത്തിറങ്ങാനിരിക്കുന്ന ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രമായ പുതിയ ചിത്രമടക്കം എമ്പുരാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ നിർമ്മാണ ചെലവടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതൊക്കെ തങ്ങളുടെ നിർമ്മാണത്തെ ബാധിക്കുന്നതാണ് എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. പുറത്തിറങ്ങാത്ത ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് സുരേഷ് കുമാറിന് അധികാരം നൽകിയതടക്കമുള്ള രൂക്ഷ വിമർശനമുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കേവലം പടലപ്പിണക്കമായി ചിത്രീകരിക്കാനുമാവില്ല. കാരണം വലിയ വിമർശനങ്ങൾ തന്നെ ഇതിനോടകം തന്നെ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ആന്റണി പെരുമ്പാവൂർ അടക്കം പങ്കുവെക്കുന്നത് മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആന്റണി പെരുമ്പാവൂർ മോഹൻലാലുമായുള്ള ബന്ധം, ഒപ്പം ആന്റോ ജോസഫും മമ്മൂട്ടിയുമായുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ ഇതിനുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അമ്മയിൽ തന്നെ 25ഓളം പ്രൊഡക്ഷൻ കമ്പനികളാണുള്ളത്. അമ്മയിലെ താരങ്ങൾ തന്നെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാതാക്കൾ പിന്തുണ പിൻവലിച്ചാൽ പോലും സിനിമാ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട് എന്നുകൂടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഒരു വിഭാഗം നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ കേൾക്കുന്ന പേരുകളൊക്കെ അവർ വളരെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വളരെ കാലമായിട്ടുള്ള മനുഷ്യരാണ് ഇവർ തമ്മിൽ. അപ്പോൾ ഈ വെറും അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് കൃത്യമായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ല, ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിലെന്തെല്ലാം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, ആ രീതിയിൽ ചർച്ചകൾ നടക്കട്ടെ. ചർച്ചകളില്ലാതെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എനിമിറ്റിയിലേക്കൊക്കെ പോകുന്നതാണ് സാധാരണ കാണാറ്. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും.